9-ാം തീയതി ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞു. അതായത് മിനിഞ്ഞാന്നായിരുന്നു ഇവിടുത്തെ ഇലക്ഷൻ. ഇപ്പോൾ താമസിക്കുന്ന സ്ഥലവും നാടും തമ്മിൽ ഒരു 40 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ജോലികാര്യമായിട്ട് ഇത്രയും അകലെ താമസിക്കുകയാണ്. ഏതായാലും അതിന് കുറച്ച് മുമ്പ് മണിമലയ്ക്കപ്പുറം വരെ ഒന്ന് പോകേണ്ടി വന്നു. അങ്ങനെ മണിമലയ്ക്ക് പോയതിന് ശേഷം മണിമല റാന്നി റൂട്ടിലോട്ട് കയറി. നല്ല വെയിലുണ്ടായിരുന്നു. പാലത്തിലോട്ട് കയറിയപ്പോഴത്തേക്ക് മുഖത്തോട്ടും കണ്ണിലോട്ടും എല്ലാം സൂര്യൻ അങ്ങോട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ സൂര്യൻ അറിയാവോ വോട്ടാണെന്നുള്ള കാര്യം. ഇങ്ങനെ പാലമൊക്കെ കഴിഞ്ഞ് പതിയെ പോയി. ഇവിടെ ഒരു ഇറച്ചിക്കടയുണ്ട് കേട്ടോ. പോത്തിറച്ചിയായാലും മന്നിറച്ചിയായാലും. മണിമലയിലെ പോത്തിറച്ചിയും മന്നിയിറച്ചിയും ഒരു രക്ഷയില്ല കേട്ടോ. പുനലൂർ പൊൻകുന്നം റോഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ട്രാവലിങ് നല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് ബസ്സുകൾ കുറവായിരുന്നു. ഇന്ന് ഏതായാലും വാഹനങ്ങൾ ഒരുപാട് സ്ഥലത്തില്ല എന്ന് മനസ്സിലായി. നേരെ പോയാൽ റാന്നിക്ക് പോകാം. ഞാൻ പൊന്തമ്പുഴ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇടതോട്ടുള്ള റോഡിലോട്ട് കയറി. നമ്മുടെ മുക്കട എരുമേലി റോഡിലായിട്ട് കയറിയിട്ടുണ്ട്. ഇടതുവശത്ത് റബ്ബർ മരം ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് വലിയ തോതിൽ വെയിൽ അറിയാനേ പറ്റിയില്ല. എന്നാലും ഉണ്ട്, വെയിലുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. എന്താണെന്നറിയത്തില്ല, നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരിക്കും. ഏതായാലും മുക്കട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. മുക്കട ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് എവിടുന്ന് ഒരു സുന്ദരൻ വന്ന് കയറി. കണ്ടില്ലേ, ബ്ലാക്ക് ബ്യൂട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതായാലും അതിൻ്റെ പുറകെ അങ്ങ് വെച്ച് പോയി. ഇതാണ് മുക്കട ജംഗ്ഷൻ കേട്ടോ. ഇവിടെ മറ്റേ എരുമേലി എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വന്നായിരുന്നു. നടക്കുന്ന സ്വപ്നമാണോ നടക്കാത്ത സ്വപ്നമാണോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അല്ലേ, ചെറുവള്ളി എസ്റ്റേറ്റ് ഇവിടെയാണ്. എരുമേലി എയർപോർട്ട് വരും എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിരുന്നത്. എരുമേലിയിലോട്ട് ഇപ്പം നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നമ്മൾ എരുമേലിയിലോട്ട് എൻട്രി ചെയ്യുന്നില്ല. എരുമേലിയുടെ ഇപ്പുറത്തൂടെ കയറി പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുക്കട കഴിഞ്ഞ് ഇരുവശവും വനമാണ്. നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. നമുക്ക് കുറച്ച് തണുപ്പും പച്ചപ്പും ഹരിതാപവും എല്ലാം കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിൽ വാഹനം ഓടിക്കാൻ സൂക്ഷിക്കണം. ഈ സീസൺ ബസ് ഓപ്പോസിറ്റ് സൈഡിൽ വരും. എരുമേലി സീസൺ വരുന്ന ശബരിമലയ്ക്ക് പോകേണ്ട അയ്യപ്പന്മാരെ എല്ലാം വാഹനം വരുന്നത് കൊണ്ട് നമ്മൾ ഈ 1-2 മാസം വളരെ സൂക്ഷിച്ചോ ഈ റൂട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമുക്കൊരു റിലാക്സേഷനും കിട്ടും എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ റോഡ് കാണാനും യാത്ര ചെയ്യാനൊക്കെ സുഖമാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 വശം വളരെ കൂടുതലായിട്ട് വേസ്റ്റ് ഇട്ടേക്കും കേട്ടോ. ഭയങ്കരമായിട്ട് വേസ്റ്റ് കിടക്കേ. ഇനി ഈ വനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറേ ലോങ്ങിൽ ഇങ്ങനെ വനമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഫോറസ്റ്റ് ഏരിയ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി വീടുകൾ തുടങ്ങും. ഇനി ഇപ്പോൾ വീടുകൾ തുടങ്ങാനായിട്ട് ഏതായാലും സമയമായിട്ടുണ്ട്. പതിയെ ഞാൻ എൻ്റെ നാടിനോടടുത്ത് കേട്ടോ. അവിടുന്ന് കുറച്ചുള്ളതെല്ലാം ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ സ്വന്തം നാട്. ഞാനിവിടെ ഒരു 10 കൊല്ലമായിട്ട് ഇപ്പോൾ സ്ഥിര താമസം അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പോവും. ഇവിടെ ഇടുക്കിയൊന്നുമല്ല കേട്ടോ. ഇത് പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ്. പക്ഷേ എനിക്കിവിടെ കാണുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തോ ഒരു മനസ്സിന് സന്തോഷം ഭയങ്കരമായിട്ട് തരും. ഞാൻ പെട്ടെന്ന് സംസാരിക്കാതിരുന്നത്, ഞാൻ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ ഈ വീഡിയോയിലോട്ടൊന്ന് നോക്കിപ്പോയി. ഇതാണ് എൻ്റെ നാട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന പാലം. ഉണ്ടോ, പാലത്തിന് കൈവരിയൊന്നുമില്ല. ഒരു മഴ പെയ്താലോ 2 മഴ പെയ്താലോ പാലം നശിച്ചു പോകും. പാലം മൂടിക്കിടക്കും. 1-2 ആഴ്ചയോളം യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഈ പാലം മൂടിക്കിടക്കും. ഈ വഴി ആരും യാത്ര ചെയ്യാനും പോകത്തില്ല. ഇനി കോൺക്രീറ്റ് റോഡിന് ഇരുവശവും വനമാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെങ്ങും വീടുകളില്ല കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വീടുകൾ ഇനി തുടങ്ങത്തുള്ളൂ. ഇവിടെ ഒരു
മരണം നടന്നിട്ടുണ്ട്, അറിഞ്ഞായിരുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ സ്ഥലത്തേക്ക് വരണമെന്ന് പറയണം കേട്ടോ. സൂര്യൻ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. ഇനി ഇവിടം തൊട്ട് വീടുകൾ തുടങ്ങും കേട്ടോ. ആ കയറി വന്നൊരു കുറച്ച് നേരം ഒരു വനമേരിയാണ് ആ പാലം കഴിഞ്ഞ് എഴുതുന്നത്. ഇലക്ഷൻ്റേതായ തോരണങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ വോട്ട് ചെയ്തു കേട്ടോ കേസ്, അത് പറയാനായിട്ട് മറന്നു പോയതാ. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. വീട് എന്ന് പറയാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പണി കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വീടിൻ്റെ അവിടെ ഏതോ ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീടിൻ്റെ കാര്യം മൊത്തത്തിൽ എടുക്കാനായിട്ട് മറന്നുപോയി. ഇത് ഇവിടെ അമ്പലമൊന്നുമല്ല കേട്ടോ, അതാ വീടിൻ്റെ സിറ്റൗട്ട് തന്നെയാണ്. താഴോട്ട് ഇറങ്ങാനായിട്ട് സ്പേസ് ഉണ്ട്. പെട്ടെന്ന് വീട്ടിലൊന്ന് ചെറുതായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് വേഗം തിരിച്ചു പോകാം കേട്ടോ. വീണ്ടും 10-40 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്.